എന്ത് പറ്റി കൊറേ കാലമായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? കാര്യമുള്ളപ്പോ വന്നാ മതിയല്ല. എന്താ ഇപ്പൊ കാര്യം? ഇന്ന് നമ്മൾ രണ്ടുപേരെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഈ രണ്ടുപേരെ ഞാൻ അറിയുന്നത് ഒരു റീലിലൂടെയാണ്. ഞാൻ നിന്നോട് അല്പം സീരിയസ് ആയിട്ട് സംസാരിക്കാനാണ് വന്നത്. പക്ഷെ ആ റീൽ എന്റെ മനസ്സിൽ തട്ടിയ ഒരു റീലായിരുന്നു. പക്ഷേ ഫ്ലാഷ് ബാക്കിലാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത്. ഈ റോസിന് പിന്നിൽ ഒരു കഥയുണ്ട്. കുറച്ചു ദിവസം മുമ്പ് ഞാൻ പത്തനംതിട്ട അറേബ്യൻ ഗോൾഡിൽ ഒരു വർക്കിന് വേണ്ടി ഞാൻ പോയിരുന്നു. ആ സമയത്ത് ഞാൻ കുറെ പേരെ കണ്ടു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു റീല് ഞാൻ കണ്ടു. നീ ചുറ്റിക്കളിക്കാതെ കാര്യം എന്താ വെച്ചാൽ തുറന്നു പറഞ്ഞോ. അമ്മയ്ക്കൊരു കുഞ്ഞു കല്ലുകമ്മൽ വാങ്ങിക്കണമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പത്തനംതിട്ട അറേബ്യൻ ഗോൾഡിലോട്ട് പോയത്. കൂടാതെ അന്ന് അക്ഷയ തൃതീയ പ്രമാണിച്ച് പേളി മണിയും വരുന്നുണ്ടായിരുന്നു. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പേളിയെ കാണുമെന്നുള്ളത്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആ കമ്മൽ വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് എൻ്റെ ഇല്ലായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഇതുപോലെ ഞാൻ ഇവിടെ കാരണത്ത് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ പണ്ടേ ഒതുങ്ങിയാണ്. ചാച്ചൻ പോയതിന് ശേഷം മാനസികമായി തകർന്നിരുന്ന അമ്മ ഇന്നാണ് കുറച്ചെങ്കിലും ഒരു ചിരിയോടെ ഞാൻ കാണുന്നത്. എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളെ കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. കുറെ നാളുകൾക്ക് ശേഷമാണ് അമ്മയുടെ മുഖത്തൊരു ചിരി കണ്ടത് എന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായി. എനിക്ക് ഭയങ്കര ഇമോഷണലായി. നിനക്ക് ചെവിയില് പൂവും വെച്ച് റോട്ടിൽ കൂടെ ഓടാൻ നേരമായി. അപ്പൊ തന്നെ തീരുമാനിച്ചു ഈ അമ്മേനെ എനിക്ക് ഒന്നും കൂടി കാണണം. മാത്രമല്ല അമ്മ ആഗ്രഹിച്ച ആ കമ്മല് അത് നമുക്ക് കൊടുക്കണ്ടേ? കൊടുക്കണം. എന്താ നിന്റെ പുറപ്പാട്? ഈ അധ്യായം ഇവിടെ അവസാനിക്കട്ടെ. ഫ്ലാഷ് ബാക്ക്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. എനിക്കും ശരിയാവില്ല. ആവൂല്ലെന്ന് മാത്രമല്ല പലതും വെളിയിലാവും. ശരിക്കും അമ്മയ്ക്ക് ഈ മാല നന്നായിട്ട് ചേരും തോന്നുന്നു. നാറി അത് താനോ സാറ് ബാലൻ സാറ് നാറി. ഈ മാല ചേരുവോ? ഈ മാല അമ്മയ്ക്ക് ചേരില്ലേ? ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. അമ്മയുടെ റീല് കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും അന്ന് അറിഞ്ഞ നിങ്ങൾ വന്നു. അമ്മ തന്നെ തന്നു. ഇതായിരുന്നു ആ കമ്മല്, കല്ല് വെച്ച കമ്മല്. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. അമ്മ അന്ന് നോക്കി വെച്ചിരുന്ന കമ്മൽ ഇതായിരുന്നു. അതേ കമ്മല് അന്ന് എടുക്കാണ്ട് പോയി. ഇന്ന് നമ്മളത് അമ്മയ്ക്ക് കൊടുക്കാട്ടാ. കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. ഇതാരാ തന്നത്? അച്ഛൻ അവിടെ നിന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അമ്മയ്ക്ക് നല്ലൊരു ചിരിയുമാണ്. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.